ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ നെക്സ്റ്റ് പോമാണ് വാട്ട് വെയർ ദേ ലൈക്ക് ബൈ ഡെന്നിസ് ലെവറ്റോവ്. ഡെന്നിസ് ലെവറ്റോവിനെ കുറിച്ച് നോക്കാം. അവരൊരു ബ്രിട്ടീഷ് അമേരിക്കൻ പോയറ്റാണ് ആൻഡ് ഷീ ഈസ് നോൺ ഫോർ ഹർ ലിറിക്കൽ ആൻഡ് ഇമജസ്റ്റിക് പോയട്രി. വർക്കുകൾ ദി സോറോ ഡാൻസ്, ബ്രീത്തിങ് ദ വാട്ടർ ഒക്കെയാണ്. ആൻഡ് ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് Black Mountain poet and known for her role in American poetry scene. ഇനി നമുക്ക് പഠിക്കാനുള്ള പോയത്തിൻ്റെ അനാലിസിസ് നോക്കാം. ഈ ഒരു പോം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം വാറിലെ എല്ലാവർക്കും അറിയാമല്ലോ, അതിന് എഗൈൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളൊരു പോമാണ്. ഡയറക്റ്റ് ലാംഗ്വേജ് ആണ്, ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു ആൻറ്റി വാർ പോമാന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് ഒരു കോൺവെർസേഷൻ പോലെ അല്ലെങ്കിൽ ഡയലോഗ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്പീക്കർ ഒരാളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിന് ആൻസർ പറയുന്നു. ആ ഒരു ഫോമിലാണിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വാറിൻ്റെ ഡിസ്ട്രക്ഷനെ കുറിച്ചിട്ട്, അപ്പോൾ വാറ് ഹ്യൂമൻ ലൈഫിനെ മാത്രമായിരിക്കുമോ ഡിസ്ട്രക്ഷൻ ചെയ്യുന്നത്? അല്ല, അത് ആൾക്കാരെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ട്രഡീഷൻ, കൾച്ചർ, ആർട്ട്, ബിൽഡിങ്സ് എല്ലാത്തിനെയും ഡിസ്ട്രക്ഷൻസ് എല്ലാം തകർന്ന് അടിയും അല്ലേ ഒരു വാർ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമുക്കൊരു 2 സ്റ്റാൻസ പോലെയുള്ളൊരു പോമാന്ന് പറയാം. സ്റ്റാൻസ ബൈ സ്റ്റാൻസ അല്ല, അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അടുത്ത സ്റ്റാൻസയിൽ ആ 6 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പറയുന്ന പോലെയാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്, ലെവറ്റോവ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഡിഡ് ദ പീപ്പിൾ ഓഫ് വിയറ്റ്നാം യൂസ് ലാറ്റേൺസ് ഓഫ് സ്റ്റോൺസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റനേഴ്സ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഡീഷൻ, അവരുടെ ആർട്ട്, കൾച്ചർ, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സെക്കൻഡ്, ഡിഡ് ദേ ഹോൾഡ് സെറമണീസ് ടു റെവറൻസ് ദി ഓപ്പണിംഗ് ഓഫ് ബഡ്സ്. ഒരു പൂ വിരിയുമ്പോൾ ഒരു സന്തോഷം, അവരുടെ ഒരു ലൈഫ്, അവരുടെ ഒരു ബ്യൂട്ടി, അതിനെയൊക്കെ ഒരു ക്രിയേഷനൊക്കെ അവരൊരു സെറിമണി പോലെ സെലിബ്രേറ്റ് ചെയ്തിരുന്നോ? ഓരോ കാര്യങ്ങൾ, ഓരോ ഈവൻറ്റ്സ് ഇങ്ങനെ നടക്കുമ്പോൾ അതിനെയൊക്കെ അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ദേ ഇൻക്ലൈൻ ടു ക്വയറ്റ് ലാഫ്റ്റർ. സ്പീക്കർ ചോദിക്കുക, അവരിപ്പോഴും പതിയാണോ ചിരിക്കുന്നത്, വളരെ ക്വയറ്റ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണോ ലാഫ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? വാറിന് മുമ്പ് അവരുടെ ലൈഫ് ഇസ് ഫുൾ ഓഫ് ഹാപ്പിനെസ് അല്ലേ, സന്തോഷത്തോടെ ഇങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ഒരു വാർ നടന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണോ? ആ ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫാണോ? അല്ല, ലൈഫ് ഇസ് ഫുൾ ഓഫ് സഫറിങ്സ് ആൻഡ് സോറോസ് ആണ് അല്ലേ. അപ്പോൾ പഴയതുപോലെ അവർക്ക് അത്രയും നല്ല ഹാപ്പിനെസ്സോടെ ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവരിപ്പോഴും അതോ പതിയാണോ ചിരിക്കുന്നത് എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഫോർത്ത് വൺ, ഡിഡ് ദേ യൂസ് ബോൺ ആൻഡ് ഐവറി, ഗെയ്ഡ് ആൻഡ് സിൽവർ ഫോർ ഓർണമെൻറ്റ്സ്. അവർ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ അതിയായ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചറൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള. അപ്പോൾ ഇപ്പോഴും അവർ ഇതൊക്കെ ഉപയോഗിച്ചാണോ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻഡ് ഫിഫ്ത്ത് ഈസ് ഹാഡ് ദേ ആൻ എപ്പിക് പോം. അവർക്കൊരു എപ്പിക് പോം ഉണ്ടോ? അവരിപ്പോഴും പോംസൊക്കെ എഴുതുന്നുണ്ടോ? കാരണം വാർ എല്ലാം തകർന്നടിച്ചു അല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടൊരു എപ്പിക് പോമൊക്കെ ഉണ്ടോ, എഴുതുന്നുണ്ടോ? ഡിഡ് ദേ റൈറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡിഡ് ദേ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് സിംഗിങ്. ഇവിടെ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജിനെ കുറിച്ചും ബ്യൂട്ടി ഓഫ് മ്യൂസിക്കിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അത് തമ്മിലൊരു വേർതിരിവൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് സ്പീക്കർ ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പോം എന്ന് പറഞ്ഞത്. അടുത്ത സ്റ്റാൻസിൽ എന്താണ്? ഈ 6 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ. അത് ഞാനിപ്പോൾ പറഞ്ഞ അതേ ആൻസേഴ്സ് തന്നെയാണ്. ഫസ്റ്റത്തെ എൻ്റെ പറയുന്നത് എന്താ? സർ ദേ ദ ലൈറ്റ് ഹാർട്ട് സ്റ്റോൺ ടു സ്റ്റോൺ അല്ലേ. അവരുടെ ഹാർട്ടൊക്കെ എന്താ? സ്റ്റോണായി മാറി. ഇറ്റ് ഈസ് നോട്ട് റിമെമ്പേർഡ് വെദർ ഇൻ ഗാർഡൻസ് സ്റ്റോൺ ലാറ്റനേഴ്സ് ഇലുമിനേറ്റഡ് പ്ലീസൻറ്റ് വേയ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ ഒരു സെർമണീൻസിലൊക്കെ അവരിപ്പോഴും ഒരു ഓപ്പണിംഗ് ഓഫ് ബഡ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല അല്ലേ. അതെല്ലാം ഇപ്പോൾ ഒരു ഓർമ്മകൾ മാത്രമായി മാറിക്കഴിഞ്ഞു അവർക്ക്.
തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇപ്പോഴും ഒരു ക്വയറ്റ് ലാഫ്റ്റർ, പതിയാണോ ചിരിക്കുന്നത്? ആണല്ലേ. സർ, ലാഫ്റ്റർ ഈസ് ബിറ്റർ ടു ബി ബേൺഡ് മൗത്ത് എന്നാണ്. അവരുടെ ആ ഒരു ചുണ്ടിൽ നിന്ന് തന്നെ അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഫുൾ ഓഫ് സഫറിങ്സ് ആണുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എ ഡ്രീം എഗോ പെർഹാപ്സ് ഓർണമെൻറ്റ് ഈസ് ഫോർ ജോയ് ഓൾ ദ ബോൺസ് വേ ചാരോഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ അങ്ങനെയൊന്നും അല്ല അല്ലേ. അവരുടെ ആ ഒരു എല്ലാം അവർക്ക് ഡിസ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. അവർക്കൊരു എപ്പിക് ഫോം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാറിന് മുമ്പ് ഒരു റിച്ച് ട്രഡീഷൻ ആയിരുന്നു അവർക്ക്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും എഴുതാനും എല്ലാത്തിനും ഉള്ള ഇതുണ്ട്. ബട്ട് നൗ they didn't have anything. It is not remembered. Remember, most were peasants. Their life was in rice and bamboo. ഇപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയാണ്? ലൈഫ് വാസ് ഇൻ റൈസ് ആൻഡ് ബാംബു പോലെയാണ് എന്ന് പറയാണ്. ആൻഡ് ദി സിക്സ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡിഡ് ദ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് സിംഗിങ് എന്നാണ് ചോദിച്ചത് അല്ലേ. ദർ ഈസ് എൻ എക്കോ ഓഫ് ദെയർ സ്പീച്ച് വിച്ച് വാസ് ലൈക്ക് എ സോങ്. It was reported their singing remembered the flight of moth in moonlight. Who can say it is silent now? ഇപ്പോൾ എല്ലാം എന്താണ്? നിശബ്ദമാണ് അല്ലേ. ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ്, ബ്യൂട്ടി ഓഫ് സിംഗിങ്, ബ്യൂട്ടി ഓഫ് മ്യൂസിക്കിനെ കുറിച്ചിട്ടൊന്നും ഒരു ഡിസ്റ്റിംഗ്വിഷനൊന്നും അവർക്കിപ്പോൾ അവിടെ നിന്ന് പറയാനായിട്ടില്ല. നൗ ഇറ്റ് ഈസ് സൈലൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ ഗോട്ട് അണ്ടർസ്റ്റാൻഡ്. വളരെ ഷോർട്ട് ആൻഡ് സിമ്പിളാണ്. ഒരു 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് ആൻസേഴ്സ് പറയുന്ന ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, ഒരു ഡയലോഗ് പോലെ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.